എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? സ്കൂളൊക്കെ അടച്ച് പൂട്ടിയോണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പം ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേഷ്മയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് വ്ളോഗുമായിട്ടാണ്. അങ്ങനെ കാര്യമായിട്ട് ക്ലീനിങ് വ്ളോഗെന്നല്ല, പാർത്തമ്മോൻ്റെ റൂമൊന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ പാർത്തമ്മോൻ്റെ റൂം വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇച്ചിരി തോനെ പണിയുണ്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പം എന്താണ്, അവൻ്റെ പിള്ളേരുടെ കാര്യം അറിയാലോ, നമ്മളെത്ര വൃത്തിയാക്കി ഇട്ടാലും അവർ അവരുടെ രീതിയിൽ അലങ്കോലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുവിധം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി, ഒരുവിധം അല്ല, നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കണം. നല്ല പണി തന്നെ ഉണ്ട്. ഞങ്ങൾ വീട്ടിലും കൂടെ ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുകയാണ്. ഈ അണ്ണൻ്റെ കയ്യിൽ വീട് ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതുമാതിരിയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെക്കും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ അലങ്കോലപ്പെടുത്തി വെച്ചേക്കുന്നത് അവൻ്റെ ടെക്സ്റ്റൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറക്കി മാറ്റി വൃത്തിയാക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത പുതിയ വർഷത്തെ ടെക്സ്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒന്ന് പറക്കി ഒതുക്കി ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടയ്ക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എങ്കിലും ഇപ്പോൾ ഒരു മാസത്തോളമായി ഞാൻ ഇതിനകത്തോട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചു വാരാനും ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ കയറിയിട്ട്. അപ്പം കുറേ എക്സ്റേകൾ കിട്ടി. ഞാൻ നോക്കിയപ്പോൾ അത് അച്ഛൻ്റെ എക്സ്റേ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം പറക്കി മാറ്റി. പിന്നെ അവിടെ നിന്ന് ചിലന്തി വലയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞു. പിന്നെ ഒരു തുണി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് തുടച്ചതിന് വേണ്ടി പൊടികളൊന്നും ഇല്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വാരുന്നത് കൊണ്ട് വലിയ പൊടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത്രയും സംഭവങ്ങളാണ് അവൻ്റേത്. ടെക്സ്റ്റും ബുക്കും കുറേ പേപ്പറുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ അവരെ സ്കൂളിലെ എന്താണ്, ന്യൂസ് പേപ്പറാണ് കേട്ടോ. അവർക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ ന്യൂസ് പേപ്പർ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കുന്നതായിട്ടുണ്ട്. അപ്പം ഇത് ഒരു വർഷത്തെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ബാഗിനകത്തു നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് മടക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം നമ്മളൊന്ന് ഒതുക്കി പറക്കി വെക്കുമെങ്കിലും എന്നാലും വീണ്ടും അതിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് അടുക്കി പറക്കി ഒന്ന് അവിടെ തന്നെ വെക്കാം. കാരണം ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്ക് ആവശ്യം വരുമല്ലോ വീണ്ടും. അപ്പോൾ അങ്ങനെ അടുക്കി പറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടടാ ഒരു ആൽബം കിട്ടി. അത് വേറെ ആരുമല്ല, പാർത്തമ്മോൻ്റെ ചോറൂണിൻ്റെ ആൽബം ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ്റെ ആ ഒരു മാറ്റമേ, വളർന്നവൻ ഇത്രയും വലുതായല്ലോ എന്നുള്ളൊരു എനിക്കതിനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചോറൂണൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ നമുക്ക്. അപ്പം ഞാൻ വിചാരിച്ചത് വിശദമായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന്. എന്തായാലും ആൽബം കിട്ടിയതല്ലേ, അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പം നോക്കിക്കഴിഞ്ഞാൽ പാർത്തമ്മോൻ എന്ത് ക്യൂട്ടായിരുന്നു ഒന്ന് കാണാനായിട്ട്. നോക്ക്, ഇപ്പോൾ ഇപ്പം വളർന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ക്യൂട്ട്നെസ്സൊക്കെ പോയതായിരിക്കും അല്ലേ? പക്ഷേ എന്തോ അന്നൊക്കെ അവനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്താ കണ്ടാൽ നമുക്കൊന്ന് കണ്ടാൽ എടുക്കാൻ തോന്നും. കണ്ണൻ്റെ കണക്ക്, അമ്പാടിക്കണ്ണൻ്റെ കണക്കുള്ള ഒരു ഭംഗിയായിരുന്നു. ഇത് ഞങ്ങളുടെ അനിയനാണ് കേട്ടോ. അങ്ങനെ ചോറൂണിൻ്റെ ഒരു ആൽബം കിട്ടിയപ്പം എന്താ എല്ലാവരെയും ഒന്ന് കാണിക്കാനുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് ഞാനിങ്ങനെ ആൽബം ഉണ്ടെന്നും പറഞ്ഞ് കാണിക്കാനൊന്നും അല്ല. അത് പുസ്തകമൊക്കെ തട്ടിക്കുടഞ്ഞ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ്. എൻ്റെ കോലം കണ്ടോ അന്നത്തെ? ഞാൻ ഗുണ്ടുമണിയായിട്ടിരുന്നതായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ന്യൂസ് പേപ്പറെല്ലാം അവിടെ അടുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇനി വീണ്ടും എടുക്കണമെന്ന് വന്നാലോ, അപ്പോൾ എല്ലാം കൂടെ കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നിടത്ത് കൊണ്ട് വെക്കണ്ടെന്ന് കരുതി. അപ്പം ടെക്സ്റ്റും ബുക്കും ഒക്കെ എടുത്ത് മാറ്റാം. അതൊന്നും ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് അവന് വേണ്ടാലോ. അപ്പോൾ അതുകൊണ്ട് അതും, പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പാർത്തനും പരിവാരങ്ങളുമാണ്. അവൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, ആയുഷ്. അവനാണ് എൻ്റെ പുറകെ വന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇവന്മാരിങ്ങനെ എൻ്റെ പുറകെ വന്ന് നിന്ന് കോപ്രായങ്ങളൊക്കെ കാണിച്ചെന്ന്. വെക്കേഷൻ ആയതുകൊണ്ട് ഇവരെല്ലാവരും ഭയങ്കര ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളിയൊക്കെയാണ്. അപ്പം ബാറ്റ് എടുക്കാനോ എന്തിനോ ആവശ്യത്തിനായിട്ട് ഇവിടെ വന്നതാണ്. അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവനെൻ്റെ പുറകെ വന്ന് നിന്നുകൊണ്ട് ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചത് കേട്ടോ. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതിന്. അവരുടെ അമ്മയായാലും അവരുടെ അമ്മ ഒരുപാട് ആൾക്കാരെ കൊണ്ട് എന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരും പാർത്തമ്മോൻ്റെ കൂട്ടുകാരും ഒക്കെയാണത്. പിള്ളേരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരുവിധം എല്ലാം ഒന്ന് പറക്കി ഒതുക്കി വെച്ചപ്പോൾ ഉണ്ടടാ ഒരുത്തി വന്നേക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലെ കുറുമ്പി. അവളെ ഞാൻ എന്തോ ചെയ്യാൻ തുടങ്ങിയാലും അവൾ അന്നേരം ഓടി വരും. അതിനകത്ത് വന്ന് കയറി പിടിക്കാൻ, എൻ്റെ കയ്യിൽ പിടിക്കാൻ, നമ്മളിപ്പോൾ തൂക്കുവാണെങ്കിൽ ചൂലയെ പിടിക്കാനൊക്കെ ആയിട്ട് വരും. പണ്ട വഴക്കിടാൻ വന്നത് എന്നോട്. ഞാനത് വെക്കുന്നതിനായിട്ടാണ്ടോ. അല്ലെങ്കിൽ
നമ്മളിങ്ങനെ എടുത്ത് അടുക്കി പറക്കുമ്പോൾ കാണാം നമ്മുടെ കൈ കയറി പിടിച്ച് വെച്ചുകൊണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടെങ്കിൽ ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളൊരു കുറുമ്പ്. പക്ഷേ ഉള്ളത് കൊണ്ട് നല്ല രസമാണ് കേട്ടോ. നേരം പോകുന്നതൊന്നും അറിയത്തില്ല. പാർത്തമ്മ സ്കൂളിൽ പോയി കഴിയുമ്പോഴേ ഇവളാണ് എൻ്റെ ഒരു കൂട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ടൈം പോകുന്നത് അവളുണ്ടായതുകൊണ്ട് അവളുടെ കുറച്ച് കുറുമ്പുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. കുഞ്ഞല്ലേ, അവൾ കുഞ്ഞിതാട്ടോ. അപ്പം എൻ്റെ അടുത്ത് വഴക്കിനായിട്ട് വന്ന് കിടക്കുക. ഞാനിതെല്ലാം പറക്കി വെക്കുന്നതിന് അത് തന്നെ നമ്മളിപ്പോൾ തൂത്ത് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇത് പൊടിയൊക്കെ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറി കിടക്കും. മിറ്റം തൂക്കുമ്പോൾ കാണാം അതിനകത്ത് കയറി കിടക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടീസാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഞാനിത് അടുക്കി പറക്കുന്ന എന്താണോ അതിൻ്റെ പുറത്ത് അവൾ കയറി കിടക്കുന്നത്. ഞാൻ അവിടെ അടുക്കരുത്, അവളെ പിടിച്ചിരിക്കണം. അപ്പോൾ ഈ എക്സ്റേ ഒക്കെ പറക്കി വെക്കുന്നതും എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഒന്നും പറയണ്ട. എനിക്കിപ്പം മുട്ടൻ പണി അവൾ തന്നേനെ. ഞാനെല്ലാം അടിയെ പറക്കി വെക്കുന്നതും ഒക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കര സ്നേഹമുള്ള ഒരുത്തി കേട്ടോ, കുഞ്ഞുമണി. ഞങ്ങളെല്ലാ പേരിട്ട് വിളിക്കും. അവളെ എന്ത് പേരിട്ട് വിളിച്ചാലും അവൾ വിളി കേൾക്കും, അവൾ വരികയും ചെയ്യും. പിന്നെ എന്താണ്, ഇവളുടെ അമ്മയുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എല്ലാവരും വെളിയിലിറങ്ങാൻ തുടങ്ങി കേട്ടോ. അവരെ ഞാനിനി വേറെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അവർ കണ്ണൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് കണ്ണൊക്കെ തെളിഞ്ഞ് തുടങ്ങി. അതുകൊണ്ട് അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്കകത്ത് പിടിക്കാൻ പറ്റിയില്ല. കണ്ടോ അവളുടെ ഒരു കുറുമ്പ് കണ്ടോ. അപ്പം ഞാൻ കരുതി നിങ്ങളെ നന്നായിട്ട് കാണിക്കാമെന്ന്. അവൾ സമ്മതിക്കുന്നില്ല. എന്തായാലും പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് മുട്ടൻ പണി അവൾ തന്നെ. ഇതിനകത്ത് കയറി ഇത് തള്ളിയിടാനായിട്ട് ഒരുങ്ങി. ഞാൻ വഴക്ക് പറഞ്ഞപ്പം അവൾ ഇറങ്ങി ഇങ്ങ് പോയി. പിന്നെ എല്ലാം എന്താണ് വേണ്ടാത്തതെല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അവിടെ കൊണ്ടുവന്ന് എല്ലാം വെച്ച്. പിന്നെ ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തൂത്തുവാരി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അലങ്കോലപ്പണികൾ തീർന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇതൊരു പുതിയ ബെഡ്ഷീറ്റാണ്. പാർത്തമോനാണ് എല്ലാ പുതിയ ബെഡ്ഷീറ്റും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾക്ക് ഇടുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം അവന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിട്ട് കണ്ടപ്പോൾ എനിക്കൊന്ന് കിടക്കണമെന്ന് തോന്നി. അതാണ് ഞാനൊന്ന് കിടന്നു. നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പം ഇതാണ് മുറി. ഞാൻ ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.